ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വക്ത എന്നാൽ സംസാരിക്കുന്ന ആളാണ്. പ്രവക്ത പ്രകർഷേണ വക്തും ശീലം അസ്യേതി. വിശേഷപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് പ്രവക്ത എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. എല്ലാ വിഷയങ്ങളെയും ആധികാരികമായി സംസാരിക്കുന്ന അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ശുക്രനിത, പ്രിയമുള്ള പ്രേക്ഷകരെ, മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ അടുത്ത സുഹൃത്തായ ബുധൻ്റെ ക്ഷേത്രം മിഥുൻ രാശിയിൽ നിന്നും തൻ്റെ പരമശത്രുവായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേവലം 28 ദിവസമാണ് ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാവുക. പിന്നീട് ചിങ്ങൻ രാശി, പിന്നീട് ശുക്രൻ തൻ്റെ നീചക്ഷേത്രമായ കന്നിയിലേക്ക് പ്രവേശിക്കും. ഉച്ചക്ഷേത്രം കഴിഞ്ഞ് സ്വക്ഷേത്രം കഴിഞ്ഞു. ഇനി ശുക്രൻ പ്രവേശിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നീചക്ഷേത്രമായ കന്നിരാശിയിലാണ്. ശുക്രനെ കൊണ്ടാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും നാം ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് സ്ത്രീകളെ ചിന്തിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് ആഡംബര സുഖഭോഗ വസ്തുക്കളെ ചിന്തിക്കുന്നത്, വാഹനങ്ങളെ ചിന്തിക്കുന്നത്. അതിനാൽ ശുക്രൻ നീചസ്ഥനാകുമ്പോൾ പലപ്പോഴും, പ്രത്യേകിച്ച് കർക്കിടക രാശിയിൽ അത്യന്തം ശത്രുവായ ചന്ദ്രക്ഷേത്രമായ കർക്കിടക രാശിയിൽ വരുമ്പോൾ പോലും ശുക്രൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ കാണാം. ദിഭാര്യോർത്തി ഭീരുർ പ്രബല മതശോകസ്യ ശശിമേ. കർക്കിടകത്തിൽ ആശയഫലം വരാഹ മിഹിര ആചാര്യർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ്വിഭാര്യ അർത്ഥി. 2 ഭാര്യമാരുണ്ടാവുക, അല്ലെങ്കിൽ 2 സ്ത്രീകളുമായുള്ള ബന്ധങ്ങളുണ്ടാവുക. ഭാര്യയല്ലാതെ മറ്റു സ്ത്രീകൾ കടന്നു വരിക. അർത്ഥി, ആഗ്രഹിക്കുന്ന ആളാവുക, അനേകം സ്ത്രീകളെ ആഗ്രഹിക്കുക. കർക്കിടകം ബഹുവാദ രാശിയാണ്. പ്രബല മതശോകശ്ച, പ്രബലമായ മതം, കാമം, ദുഃഖം, വിരഹം ഇതൊക്കെ അനുഭവിക്കും. അതിനാൽ ശുക്രൻ പല രാശിക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ സംബന്ധമായ അപഖ്യാതികൾ, പേരുദോഷങ്ങൾ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പോക്സോ കേസ്, ഇതിലൊക്കെ ഈ ശുക്രൻ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൈവരുന്ന ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ അറിയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ചാരവശാൽ ശുക്രൻ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ ശുഭാശുഭഫലങ്ങൾ എപ്രകാരം സംഭവിക്കുമെന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. തുലാരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്, വ്യാഴത്തോടുകൂടെ നിൽക്കുന്നു. ഒരു നല്ല രാജയോഗമാണ്. ദേവാചാര്യ അസുരാചാര്യന്മാരുടെ ഒരു രാജയോഗം. അതിനുമപ്പുറം ശുക്രൻ തുലാലഗ്നമായി അഷ്ടമാധിപനാണ്, 8ാം ഭാവാധിപനാണ്. വ്യാഴമാണെങ്കിൽ 3, 6 ഭാവാധിപത്യമുള്ള ഗ്രഹമാണ്. ഇവിടെ 8, 6 ഭാവാധിപന്മാരായ ഗ്രഹങ്ങൾ ഒന്നിച്ചു വന്നാൽ ഒരു വിപരീത രാജയോഗമുണ്ട് ജ്യോതിഷത്തിൽ. തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഏതായാലും കർമ്മമേഖലയിൽ ഈ ശുക്ര ഗുരു യോഗം വളരെയധികം നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും. അപ്രകാരം തന്നെ ധർമ്മദേവവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ പങ്കുവയ്ക്കുകയാണെങ്കിൽ വളരെയധികം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാസക്കാലമാണ് ഇവിടെ ശുക്രൻ്റെ ഈ കർക്കിടക രാശിയിലേക്കുള്ള പ്രവേശനമെന്നറിയുക. ഇവിടെ ഒരു അതിമാനുഷ യോഗമാണ്. ദേവാചാര്യ അസുരാചാര്യവും പശ്യേതാം തൗ പരസ്പരം. ശുക്രനും വ്യാഴവും ആചാര്യന്മാർ പശ്യേതാം, പരസ്പരം നോക്കിയാലാണ് അതിമാനുഷ യോഗം. ആ യോഗവും നല്ലൊരു യോഗമാണ് ജ്യോതിഷത്തിൽ. സദ്വിദ്യോ ധനധാരവാൻ ബഹുഗുണ ശുക്രണയുക്തൗ ഗുരു. ശുക്രണയുക്തൗ ഗുരൗ, ശുക്രനോടുകൂടിയ വ്യാഴം. സദ്വിദ്യ, നല്ല വിദ്യ പഠിക്കും. ധനധാരവാൻ, തനിക്ക് ധനമുണ്ടാകും, ഭാര്യാസുഖം ലഭിക്കും. ബഹുഗുണ, ധാരാളം ഗുണങ്ങൾ തനിക്കുണ്ടാകും. ഇവിടെ കർമ്മമേഖലയിൽ തൻ്റെ കഴിവ് കൊണ്ട് തനിക്ക് അംഗീകാരം ലഭിക്കുക. ശുക്രൻ കലാരംഗത്ത് ശോഭിക്കുന്ന ഗ്രഹമാണ്. തുലാം രാശി സ്വതവേ കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, കല, ആർട്ടുമായി ബന്ധപ്പെടുന്നൊരു രാശിയാണ്. അതിനാൽ കർമ്മമേഖല, അപ്രകാരം തന്നെ താനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തന മേഖലകൾ ഏതായാലും അതിലൊക്കെ തന്നെ കൂടുതൽ പഠിപ്പും അഗാധമായ അറിവും സമ്പാദിച്ച് തൻ്റെ ഭാവി നന്നായി മുന്നോട്ട് നയിക്കുവാൻ പറ്റും. വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമാണ്. കർമ്മമേഖലയിൽ പുത്തൻ അനുഭവങ്ങൾ വരുന്ന സമയമാണെന്നറിയുക. ഒരു തരത്തിലും അനാവശ്യമായ പോഷ് പ്രകടിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ദോഷമുണ്ട് 10ാം ഭാവത്തിൽ ശുക്രൻ വന്നാൽ. ഭൃഗുകർമ്മകെ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥ കിമെന്ന ഭ്രമ ആത്മീയത.
തൻ്റെ ഭ്രമത്വം കൊണ്ട് തനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. അനാവശ്യമായ പൊങ്ങച്ചങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്ന് മനസ്സിലാക്കണം. ഉദാഹരണമായി തൻ്റെ കൈമേൽ 2 ലക്ഷം രൂപയുടെ ഒരു കാറുണ്ട്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞ് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ താൻ ആ കാറ് കൊടുത്ത് ഒരു 10 ലക്ഷം 12 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങും. തൻ്റെ സാമ്പത്തിക സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല, എന്നിട്ട് കടത്തിൽപ്പെടും. ഇപ്പോൾ വീട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഉപായത്തിൽ ചെയ്യുന്നതിനും പോഷായി ധാരാളം പേരെ വെച്ച് വലിയ രീതിയിൽ ചെയ്യും. അപ്രകാരം കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വീട്ടുകാർക്കൊക്കെ വേണ്ടുന്ന വസ്ത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ അനാവശ്യമായ പോഷ കാണിക്കുക, എന്നിട്ട് സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങൾ കെട്ടുക, അങ്ങനെ കാശ് നഷ്ടപ്പെടുമെന്ന് അറിയണം. അതിനാൽ വളരെ ജാഗ്രത, പോഷായ ഒരു ലൈഫ് സ്റ്റൈൽ ഈ ഒരു മാസക്കാലം സ്വീകരിക്കുകയാണെങ്കിൽ അതിലൂടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അറിയണം. ഇവിടെ ധർമ്മദൈവ സംഘത്തിൽ എവിടെ വിളക്കിലേക്ക് എണ്ണ മാല അന്നദാനമുണ്ടെങ്കിൽ അന്നദാനം ചെയ്ത് ധർമ്മദൈവങ്ങളെ പ്രീതി നടപ്പിലാക്കിയാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഭൂമി സ്വീകരിക്കുക, ഭൂമി പ്രവർത്തനം നടത്തുക, വീട് നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വീട്ടിൽ കൂടുതൽ. പലപ്പോഴും പല കല്യാണങ്ങൾക്കും പോണ്ടി വരും, ബന്ധുക്കളുടെ കല്യാണത്തിനൊക്കെ പോകേണ്ടുന്ന അവസ്ഥയൊക്കെ വരും. മെറ്റീരിയലിസ്റ്റായ ഒരു ലൈഫിന് നല്ലതാണ് 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ എന്നറിയുക. തുലാമാനതോ ഹാടകം വിപ്രവൃത്യ ജന ആഡംബരി പ്രത്യഹംബ വിവാദ. പല വിവാദത്തിലും മധ്യസ്ഥങ്ങളൊക്കെ വഹിച്ച് തനിക്ക് ധാരാളം കാശ് കിട്ടും. ഇവിടെ വിവാഹ വിഷയത്തിലൊക്കെ പ്രശ്നങ്ങളുള്ള വ്യക്തികളുടെ മധ്യസ്ഥം പറയുക, ഫാമിലി കോർട്ടിലൂടെ സെറ്റിൽമെൻറ്റ് നടത്തുക, അങ്ങനെ തനിക്ക് വലിയ കാശൊക്കെ ലഭിക്കണമെന്ന സമയമാണ്. സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ 10ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ഉണ്ടാകും. തുലാമാനതോ ഹാടകം എന്നാണ്. വലിയ ആളുകളുടെ അസിസ്റ്റൻ്റ് ആവുക, അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തനിക്ക് ധനം സമ്പാദിക്കാനുള്ള അവസരമുണ്ട് എന്നറിയണം. നന്ദി, നമസ്തേ.